പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 77-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, എന്നാൽ അത് എൻ്റെ കട്ടതയാകുന്നു, അത്യുന്നതന്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയങ്ങളിൽ ദൈവത്തോട് അടുക്കുന്നതിനേക്കാൾ കട്ടതയുടെയും വേദനകളുടെയും സമയങ്ങളിലാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കഴിയുന്നതും ദൈവത്തെ അടുത്തറിയുവാൻ ഇടയാകുന്നതും. ദൈവസ്നേഹത്തിൻ്റെ വ്യാപ്തിയും നടത്തിപ്പിൻ്റെ ശ്രേഷ്ഠതകളും നാം ആഴത്തിൽ അറിയുവാൻ വേണ്ടി ദൈവം നമ്മെ കൂടുതൽ കട്ടതയിൽ കൂടെ നമ്മെ കടത്തിവിടാറുണ്ട്. ഒരു കാര്യം ബുദ്ധി കൊണ്ട് പഠിക്കുന്നതും അനുഭവം കൊണ്ട് പഠിക്കുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. ബുദ്ധി കൊണ്ട് പഠിച്ചതും ബുദ്ധി കൊണ്ട് പറയുന്നതും മറ്റൊരുവൻ്റെ ബുദ്ധിയിലേക്ക് മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. എന്നാൽ അനുഭവത്തിൽ നിന്നും പഠിക്കുന്നതും ഹൃദയത്തിൽ നിന്നും പകർന്നു കൊടുക്കുന്നതുമായ കാര്യങ്ങളും മറ്റൊരുവൻ്റെ ഹൃദയത്തെയും ജീവിതത്തെയും സ്വാധീനിക്കും. ക്രിസ്തു കഷ്ടം അനുഭവിച്ചതുകൊണ്ട് കഷ്ടത്തിൽ ഉള്ളവരെ ആശ്വസിപ്പിക്കുന്നത് ദൈവമെന്ന നിലയിൽ അല്ല, മറിച്ച് കഷ്ടം അനുഭവിച്ചറിഞ്ഞ മനുഷ്യപുത്രൻ എന്ന നിലയിലാണ്. ആമേൻ. കടഭാരം, സാമ്പത്തിക നഷ്ടങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ, മരണങ്ങൾ, മറ്റുള്ളവരാൽ നേരിടുന്ന അവഗണനകൾ, ജീവിത പരാജയങ്ങൾ തുടങ്ങിയവയെല്ലാം കഷ്ടതയുടെ ഗണത്തിൽ വരും. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളുടെ പൂർണ്ണത ദൈവത്തിൻ്റെ ഉദ്ദേശം വ്യക്തമായി ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. നാം എത്രയെല്ലാം ദൈവവചനം നിരത്തി വെച്ചാലും അതിന് വ്യക്തമായ മറുപടി ആകുന്നില്ല. നിത്യതയിൽ നാം എത്തിക്കഴിയുമ്പോൾ മാത്രമേ പലതിനും ഉത്തരം കണ്ടെത്തുവാൻ കഴിയൂ. നാം ചിലതിനെല്ലാം പ്രാപ്തരായി തീരുവാനും ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനുമാണ് നമുക്ക് നേരിടുന്ന പല കഷ്ടതകളുടെയും ദൈവ ഉദ്ദേശമെന്ന് നാം തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജയപ്പെടാതിരിക്കും. നാം ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമ്മുടെ കഷ്ടതയിൽ ദൈവവും നമ്മുടെ പങ്കാളിയായി കൂടെയുണ്ടായിരിക്കും. കഷ്ടതയിൽ നമ്മെ തനിയെ വിടുകയില്ല, കർത്താവും കൂടെ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. ആമേൻ. അതൊരു ഭക്തന് ഏറ്റവും ധൈര്യം നൽകുന്ന കാര്യവുമാണ്. എന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പ്രിയ ദൈവവേദനെ, നമ്മുടെ ജീവിതത്തിലും ഇന്നതല്ലേ സംഭവിക്കുന്നത്? കഷ്ടതയുടെ നടുവിൽ എല്ലാവരും വിട്ടു ഓടുകയല്ലേ ചെയ്യുന്നത്? സമ്പത്തും സൗന്ദര്യവും പദവിയും ആരോഗ്യവും ഉണ്ടാകുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. എന്തിനേറെ നാം പെറ്റു വളർത്തിയ മക്കൾ പോലും നമ്മെ ഉപേക്ഷിച്ചെന്ന് വരാം. എന്നാൽ നാം സ്നേഹിച്ചവരും കരുതിയവരും എല്ലാവരും നമ്മെ മറന്നു കളയുമ്പോൾ നമ്മുടെ കർത്താവ് ഒരു നാളും നമ്മെ മറക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കാരണം ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഭോഷ്ക് പറയുവാൻ ആമേൻ, സ്തോത്രം, ദൈവം മനുഷ്യനല്ല. ആകയാൽ ഇന്ന് പകൽക്കാലം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം ആമേൻ, ദൈവവേദനെ അപ്പം നുറുങ്ങിയതുപോലെ ഇന്ന് പകൽക്കാലം ഒരു നുറുക്കത്തിൻ്റെ അനുഭവമാണെങ്കിൽ ദൈവകരങ്ങളിലിരുന്ന് ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചുകൊണ്ട് കഷ്ടത നേരിടുകയാണെങ്കിൽ കുഞ്ഞെ സ്തോത്രം, സാരമില്ല, ഒരു വാഴ്ത്തി അനുഗ്രഹിക്കുന്ന നാളുകൾ സമീപമായി. ആമേൻ. എന്നാൽ അത് എൻ്റെ കഷ്ടതയാകുന്നു, അത്യുന്നതന്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഭക്തൻ പാടിയെങ്കിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. തൻ്റെ ജീവിതത്തിനകത്തും ഭക്തന്റെ ജീവിതത്തിൽ വലിയ കഷ്ടതയിൽ കൂടെ കടന്നുപോയെങ്കിലും ആമേൻ, ദാവീദ് പാടുന്നു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഏത് കഷ്ടതയിൽ കൂടെ കടന്നുപോയാലും തൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച സ്വർഗം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകലിൽ ആമേൻ, ഏത് കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു ആമേൻ, മുന്നോട്ട് പോകുവാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നു കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവവേദിലെ, ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ജീവിതവും ദൈവത്തോടുള്ള ആമേൻ, ഹല്ലേലൂയ, ആ സ്നേഹത്തിലും ആഴത്തിലും നിലനിൽക്കുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ വാസ്തവമായും ഈ കഷ്ടത തകർക്കുവാനല്ല, നിന്നെ ഉയർത്തുവാൻ വേണ്ടി. കണ്ണുകളെ ദൈവത്തിനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. കഷ്ടത വരുമ്പോൾ കർത്താവെ, ദൈവത്തിൽ നിന്ന് അകന്നു
ഒത്തിരി പേര് മാറിപ്പോകാറുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു പോകാറുണ്ട്. ദൈവസഭയിൽ നിന്നും അകന്നു പോകാറുണ്ട്. ദൈവദാസന്മാരിൽ നിന്നും അകന്നു പോകാറുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവേ, ഞങ്ങൾ ദൈവത്തിൻ്റെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയതെല്ലാം എല്ലാ കഷ്ടതകളും അത് ഞങ്ങളുടെ ഉയർച്ചയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുമെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കും യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കും.